റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അങ്ങനെ രണ്ട് അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൻ്റെ രണ്ട് ചെറിയ എക്സാമ്പിൾസ്, വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത എക്സാമ്പിൾസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു ഭാരത് സ്പോർട്സ് ക്ലബ് പ്രിപ്പയർ എ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2024. അപ്പോൾ ഇതൊരു സ്പോർട്സ് ക്ലബ്ബാണ്, പറഞ്ഞതുപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ആ കേസിൽ ഇതിൻ്റെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരിക ചിലപ്പം ട്രയൽ ബാലൻസോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഡീറ്റെയിൽസ് നേരിക്കും നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഉണ്ടാക്കേണ്ടി വരിക. അതിൻ്റെ കൂടെ ഫെർദർ അഡീഷണൽ ഇൻഫർമേഷനൊന്നും ഉണ്ടാവണമെന്നില്ല. പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഏതൊക്കെ നോക്കുക. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ സ്റ്റാർട്ടിംഗ് എലമെൻ്റാണ്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ക്യാഷും ബാങ്കും അതുപോലെ റെക്കോർഡ് ചെയ്യുക. ദെൻ അടുത്ത് തന്നിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻസ് കളക്റ്റഡ് ഫ്രോ 3 ഇയേഴ്സത്തെ സബ്സ്ക്രിപ്ഷനാണ്. 250, 3800 ആൻഡ് 450, ടോട്ടൽ 4500. ഈ 3 ഇയറിലേക്കുള്ളതും 2022, 2023, 24 ആൻഡ് 24, 25 ഈ 3 കൊല്ലത്തെയും സബ്സ്ക്രിപ്ഷൻ ക്യാഷായിട്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പോൾ ഇത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആവുന്ന സമയത്ത് നമ്മൾ കറണ്ട് ഇയറിലേക്കുള്ള ഡീറ്റെയിൽസ് മാത്രമേ അതിലെടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഈ ഔട്ട്സ്റ്റാൻഡിങ് അതുപോലെ പ്രീപെയ്ഡിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ ഏത് കൊല്ലത്തതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇക്കൊല്ലം ക്യാഷായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെസിപ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഈ കൊല്ലം നമുക്ക് ഏത് കൊല്ലം അടുത്ത കൊല്ലത്തേക്കുള്ളതായാലും അതുപോലെ കഴിഞ്ഞ കൊല്ലം കിട്ടാനുള്ള എമൗണ്ടുകളാണെങ്കിലും ഇക്കൊല്ലം നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഇയർത്തെ റെസിപ്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4500 മൊത്തമായിട്ട് നമുക്ക് റെസിപ്റ്റ് സൈഡിൽ കാണിക്കാൻ പറ്റും. ഇനി അടുത്തത് സെയിൽ ഓഫ് റിഫ്രഷ്മെൻ്റ് ആണ്. സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് ഒരു ഇൻകമാണ്. അപ്പോൾ ആ ഒരു ഇൻകം എന്ന് പറയുന്നത് സെയിലിലൂടെ കിട്ടിയിട്ടുള്ള ഇൻകമാണ് 500 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെയിൽ ഓഫ് റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ എൻട്രൻസ് ഫീസ് അതും നമ്മൾ ഇൻകാണ്, അതിൻ്റെ ഫോർമാറ്റിലുണ്ട്. അത് നമ്മൾ ഇൻകം സൈഡ് അല്ലെങ്കിൽ റെസിപ്റ്റായിട്ട് കാണിക്കണം. പിന്നുള്ളത് ഫേർണിച്ചർ പർച്ചേസ്ഡ് ആണ്. അപ്പോൾ ഏത് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഔട്ട്ഫ്ലോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് സൈഡാണ് കാണിക്കുക. അപ്പോൾ ഈ ഫേർണിച്ചർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് ഓഫീസ് എക്സ്പെൻസ് ആണ് 600. അതും നമ്മൾ എക്സ്പെൻസായിട്ട് 600 കാണിക്കുന്നുണ്ട്. പിന്നെ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ അതിലൂടെ കിട്ടിയിട്ടുള്ള ഇൻകമാണ്. സെയിൽസ് നടക്കുമ്പോൾ നമുക്ക് ഇൻകമാണ് കിട്ടുക. അപ്പം അത് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ കാണിക്കണം, സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ. ദെൻ ഡൊണേഷൻ റിസീവ്ഡ് 2300 അത് നമ്മൾ ഇൻകാണ്. സോ റെസിപ്റ്റായിട്ട് 2300 റിസീവ് ചെയ്തതായിട്ട് കാണിക്കണം. പിന്നെ റെൻറ്റ് പെയ്ഡ് അതെന്താണ്, എക്സ്പെൻസാണ്. സോ റെൻറ്റ് പെയ്ഡ് നമ്മൾ എക്സ്പെൻസായിട്ട് 1500 കാണിക്കേണ്ടതുണ്ട്. പിന്നെ ഉള്ളത് സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് ആണ്. പിന്നെ പർച്ചേസ് ഓഫ് റിഫ്രഷ്മെൻ്റ് ഉണ്ട്. ഇത് രണ്ടും പർച്ചേസാണ്. സോ പർച്ചേസ് സൈഡിൽ കാണിക്കണം. പിന്നുള്ളത് എക്സ്പെൻസ് ഓഫ് മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് എക്സ്പെൻസ് നമ്മൾ പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ സാലറി പെയ്ഡ് അതും ഒരു പേയ്മെൻ്റ് ആണ്. ടൂർണമെൻറ്റ് എക്സ്പെൻസ് ഇതൊക്കെ നമ്മൾ പേയ്മെൻറ്റായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ ഏകദേശം അറിയാമല്ലോ. റെസിപ്റ്റും പേയ്മെൻറ്റും ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് ഇയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഈ ഇയറിൽ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കൊല്ലത്തെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. ഇനി തന്നിട്ടുള്ളത് ഡെപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അതുപോലത്തെ പ്രൊവിഷൻസ് ഇങ്ങനത്തെ നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എടുക്കുന്നില്ല. അതിൻ്റെ ഫീച്ചറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എടുക്കേണ്ടതാണ്. ഇനി ലാസ്റ്റ് തന്നിട്ടുള്ളത് ക്ലോസിങ് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്ലോസിങ് ബാലൻസ് ഓഫ് ക്യാഷും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇനി ബാലൻസിങ് ഫിഗറായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കിട്ടുന്നത് ബാങ്ക് ആയിരിക്കും. കാരണം ക്യാഷിൻ്റെ ക്ലോസിങ് ബാലൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട് ബാങ്കാണ്. ഓക്കെ, ഇനി ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ സൈഡിലാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പറയുക.
ബാങ്ക് ബാലൻസ് നമുക്ക് ഐദർ ഇവിടെ കിട്ടാം അല്ലെങ്കിൽ ഈ സൈഡിലും കിട്ടാം. അത് ഏത് കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിലാണെങ്കിൽ അത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ആയിട്ടും, അതല്ലെങ്കിൽ നമുക്ക് റെസിപ്റ്റ് സൈഡാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടുമാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ടൊരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്.